നമസ്കാരം, എല്ലാവർക്കും രാഹുൽസ് കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 കെമിസ്ട്രിയിലെ കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന ചാപ്റ്റർ ആണ്. അതിന്റെ ആദ്യ ഭാഗം. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണ് കോർഡിനേഷൻ കോമ്പൗണ്ട്, എന്താണ് വെർനേഴ്സ് തിയറി, പിന്നെ ഈ പാഠത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് ടേംസ്, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ കോർഡിനേഷൻ കോമ്പൗണ്ട് തുടക്കം മാത്രമാണ് നമ്മൾ +2 പഠിക്കുന്നത്, സ്റ്റാർട്ടിങ്. നമുക്ക് ഇനി അങ്ങോട്ട് ഒരുപാടുണ്ട്. അപ്പൊ ഡിഗ്രി ക്ലാസ്സിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് കോർഡിനേഷൻ കോമ്പൗണ്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് നമുക്ക് വളരെ കുറച്ചേ പഠിക്കാനുള്ളൂ. സിമ്പിൾ ചാപ്റ്റർ ആണ്. ഇതിനൊരു മാർക്ക് പോകാൻ ശ്രമിക്കരുത്. ഒരു മാർക്ക് പോലും കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് കളയരുത്. കാരണം സിമ്പിൾ ആണ്, സിമ്പിൾ ടോപ്പിക്കാണ്. ഓക്കെ, ഞാൻ പറയില്ല, തുടക്കമാണ്. അതുകൊണ്ട് നമുക്ക് വളരെ കുറച്ചേ പഠിക്കാനുള്ളൂ. ഡിഗ്രി ക്ലാസ്സിന് ഉത്തര ഡെപ്തിൽ നമുക്ക് പഠിക്കാനില്ല. അപ്പൊ സിമ്പിൾ ആണ്. ഒരു മാർക്ക് പോലും കോർഡിനേഷൻ കോമ്പൗണ്ടിൽ നിന്ന് കളയരുത്. അപ്പൊ നമുക്ക് ഓരോ ടേംസ് ഇമ്പോർട്ടന്റ് ആണ്. ടേംസ് എന്ന് ചോദിക്കാറുണ്ട് ഒരുപാട് തവണ. ഓരോ ടേം തന്നിട്ട് ആ ടേം എന്താണെന്ന് ഡിഫൈൻ ചോദിക്കാറുണ്ട്. സോ നമുക്ക് അതൊക്കെ നോക്കാം. ആദ്യം എന്താണ് കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് നോക്കാം. ഓക്കെ, അപ്പൊ കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തൊട്ട് കഴിഞ്ഞ ചാപ്റ്ററിലെ ഡി ബ്ലോക്ക് എലമെന്റ്സ്, അതിൽ നിങ്ങൾ ഇടയ്ക്ക് വരിയിൽ പഠിച്ചിട്ടുണ്ട് ട്രാൻസിഷൻ എലമെന്റ്സ് ഫോംസ് കോംപ്ലക്സ് കോമ്പൗണ്ട് അല്ലേ. വേറെ ഒന്നും അല്ലടാ, നോക്കൂ. ഉദാഹരണത്തിന് ഞാൻ കോബാൾട്ട് NH3 6 ടൈംസ് ക്ലോറിൻ Cl2 ജസ്റ്റ് എടുക്കണേ. ഓക്കെ, ഒരു കോമ്പൗണ്ട് എടുത്തു, കോബാൾട്ട് NH3 6 ടൈംസ് Cl2. ഇങ്ങനെയുള്ള ഇതുപോലുള്ള കോംപ്ലക്സ് സ്ട്രക്ചറുള്ള കോമ്പൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്. കോർഡിനേഷൻ കോമ്പൗണ്ട്. ഓക്കെ, ഇതുപോലുള്ള. അപ്പം ഞാൻ പറയേണ്ടത് ഇതിനകത്ത് കുറെ ടേംസ് പഠിക്കാനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കുറെ ടേംസ് നമ്മൾ പുതിയതായിട്ട് പഠിക്കുന്നുണ്ട്. ഒരുപാട് ടേംസ് പഠിക്കാനുണ്ട്. അങ്ങോട്ട് വരാം. അപ്പൊ ഞാൻ അതിനു മുമ്പ് കുറച്ച് കാര്യം പറയണ്ടേ. ഒരു മാർക്കിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, പറഞ്ഞുതരാം. വേറെ ഒന്നുമല്ല, നമ്മളെ ക്ലോറോഫില്ലേ, ക്ലോറോഫിൽ എവിടെ കാണുന്നതാണ്? ക്ലോറോഫില് അത് ഞാൻ പറഞ്ഞില്ലല്ലോ, പ്ലാന്റ്സിലാണെന്നൊക്കെ അറിയാം. ക്ലോറോഫില് ഉള്ള മെറ്റൽ ഏതാണെന്ന് ചോദിക്കാറുണ്ട്. എന്താണ്? മെഗ്നീഷ്യം. മെഗ്നീഷ്യം ആണ് ക്ലോറോഫിലുള്ള മെറ്റൽ. ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കും കേട്ടോ. അതുപോലെ ഹീമോഗ്ലോബിൻ ഉപയോഗിക്കുന്ന മെറ്റൽ ഏതാണ്? അതിനകത്തുള്ള മെറ്റല് അത് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ബയോളജിയിൽ ഒരുപാട് തവണ പഠിച്ചതാണ്. ഏതാണ്? അയൺ. അതുപോലെ വിറ്റാമിൻ B12 ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഞാൻ ഒരുപാട് തവണ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. വിറ്റാമിൻ B12 എന്താണെന്ന് വേറൊന്നല്ല, കോബാൾട്ട് ആണ്. കോബാൾട്ട്. അപ്പൊ ഇതുപോലെ ഇതൊക്കെയാണ്. ഇതുപോലെ ഒരു കോംപ്ലക്സ് സ്ട്രക്ചർ ആയിരിക്കുമല്ലോ. ആ കോംപ്ലക്സ് സ്ട്രക്ചറിനകത്ത് ഞാൻ പറയില്ല, ഇടയ്ക്കൊരു മെറ്റലാണെന്ന് പറഞ്ഞില്ലേ, ഇവിടെ കോബാൾട്ട് ഉണ്ട്. അതുപോലെ ഉള്ള മെറ്റലാണ് എന്ത്? ക്ലോറോഫില്ലില് മെഗ്നീഷ്യം, ഹീമോഗ്ലോബിൻ അയൺ, വൈറ്റമിൻ B12 കോബാൾട്ട്. ടെസ്റ്റിനകത്തുണ്ട് കേട്ടോ, ഫസ്റ്റ് പാരഗ്രാഫിനകത്തുണ്ട്. ഇതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആണ്. 1 മാർക്കിന് ചോദിക്കാറുണ്ട്. ഇപ്പൊ CBSEക്ക് നിങ്ങൾക്ക് അറിയാം ഒരു മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. സോ ടേക്ക് കെയർ അബൌട്ട് ദിസ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ് ഇതുപോലുള്ള കോമ്പൗണ്ട് ആണെന്ന് നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് പോവാം, മാറ്റിയാണേ. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് കോർഡിനേഷൻ ബോണ്ട് എന്ന്. അതിലോട്ട് വരാം. അതിനു മുമ്പ് ആദ്യം അയോണിക് ബോണ്ടിങ് എന്നും കോവാലന്റ് ബോണ്ടിങ് എന്നും ചെറുതായിട്ട് നോക്കാം. നിങ്ങൾ പഠിച്ചതാണ്, നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് പോകില്ല. പക്ഷെ കോർഡിനേഷൻ ബോണ്ട് പറയുന്നതാണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, എന്താണ് അയോണിക് ബോണ്ടിങ് നോക്കാം. ഒരു ഉദാഹരണത്തിന് ഞാൻ സോഡിയം ക്ലോറൈഡ് സോഡിയം അറ്റോമിക് നമ്പർ എത്ര? 11. അപ്പൊ 2, 8, 1 വരും. ക്ലോറിൻ ആണെങ്കിലോ 17 ആണ്. സോ 2, 8, 7 ആണല്ലോ. ഇങ്ങനെയല്ലേ വരുന്നേ. നമുക്ക് സോഡിയത്തിന് സ്റ്റേബിൾ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരെണ്ണം കളയണം. ക്ലോറിൻ ആണെങ്കിലോ ഒരെണ്ണം വാങ്ങിക്കണം. അപ്പൊ എന്ത് ചെയ്യും? സോഡിയം ഒരെണ്ണം കളയും, അത് ക്ലോറിൻ വാങ്ങിക്കും. ഇങ്ങനെയുള്ള അയോണിക് ബോണ്ട് ഉണ്ടാവുന്നേ. സോഡിയം എന്ത് ചെയ്യും? സോഡിയത്തിന്റെ ഔട്ടർ മോസ്റ്റില് ഉണ്ടായിരുന്ന ഒരു ഇലക്ട്രോണിനെ എന്ത് ചെയ്യും? ക്ലോറിന് കൊടുക്കും. ഇതാണ് സോഡിയം ക്ലോറിൻ ആദ്യം ഇരിക്കുന്ന അവസ്ഥ. എന്ത് ചെയ്യും? ഈ ഇലക്ട്രോൺ ഇവിടെ കൊടുത്തിട്ട് എന്താവും? സോഡിയത്തിന് പ്ലസ് ചാർജ് വരും, ക്ലോറിൻ ആണെങ്കിലോ മൈനസ് ചാർജ് വരും. ഇങ്ങനെ ഉണ്ടാവണ NaCl. അപ്പൊ എന്താവും? സോഡിയത്തിന് 2, 8 ആവും. ക്ലോറിൻ ആണെങ്കിലോ 2, 8, 8 ആവും. ഓക്കെ, ഇങ്ങനെയാണ് എന്തുണ്ടാവുന്നത്? അയോണിക് ബോണ്ട് ഉണ്ടാവുന്നത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാം, പഠിച്ചതാണ്. 9, 10, 11, 12 12ാം ക്ലാസ് 3 കൊല്ലം പഠിച്ചതാണ്. ഡീറ്റെയിൽ ആയിട്ട് പോടില്ല. അടുത്ത് നോക്കാം. അടുത്തത് കോവലന്റ് ബോണ്ടിങ്. മറ്റൊരു ഉദാഹരണം നോക്കാം. HCl നോക്കാം.
ഹൈഡ്രജൻ അറ്റോമിക് നമ്പർ 1 ആണ്. സ്റ്റേബിൾ ആവണമെങ്കിൽ ഒന്നുകൂടെ വേണം. ക്ലോറിൻ 17 ആണ്. 2, 8, 7 ആണ്. ഇതിന് വേണം വരണം. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരെണ്ണം ഹൈഡ്രജൻ കൊടുക്കത്തില്ല, ക്ലോറിനും കൊടുക്കത്തില്ല. അപ്പൊ എന്ത് ചെയ്യും? പരസ്പരം ഷെയർ ചെയ്യും. അപ്പൊ എങ്ങനെ ബോണ്ട് ഉണ്ടാക്കും? കോവാലന്റ് ബോണ്ട് ഉണ്ടാക്കും അല്ലേ? ഹൈഡ്രജൻ അങ്ങോട്ട് ഒരെണ്ണം കൊടുക്കും, ക്ലോറിൻ തിരിച്ച് ഇങ്ങോട്ട് ഒരെണ്ണം തരും. ആണല്ലോ അല്ലേ? പരസ്പരം അങ്ങോട്ട് ഒരെണ്ണം കൊടുക്കും, തിരിച്ച് ഇങ്ങോട്ട് ഒരെണ്ണം തരും. ഇങ്ങനത്തെ ബോണ്ടിങ് ആണ് എന്ത്? കോവാലന്റ് ബോണ്ടിങ് അല്ലേ? എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അത് നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള കോർഡിനേറ്റ് ബോണ്ടാണ്. ഓക്കെ, ഹൈഡ്രജന്റെ അങ്ങോട്ട് ഒരെണ്ണം അങ്ങോട്ട് കൊടുത്ത്, ക്ലോറിൻ എന്ത് ചെയ്ത് തിരിച്ച് ഒരെണ്ണം ഇങ്ങോട്ട് കൊടുത്ത്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും? പരസ്പരം ഷെയർ ചെയ്താണ് ബോണ്ട് ഉണ്ടാക്കണമെങ്കിൽ അതാണ് കോവാലന്റ് ബോണ്ടിങ്. ഓക്കെ, ഇനി എന്താണ് കോർഡിനേറ്റ് ബോണ്ടിങ് നോക്കാം. നോക്കിയാണേ, നോക്കാം കോർഡിനേറ്റ് ബോണ്ട് എന്ന്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നോക്കിയാണേ, ഇപ്പൊ NH3 അമോണിയ ഉണ്ട്, H+ ഉണ്ടെന്ന് വെച്ചോ. അപ്പൊ H+ എന്താ അർത്ഥം? അതിന് എന്തില്ല? അതിന് ഇലക്ട്രോൺ ഇല്ല കൊടുക്കാനായിട്ട്. നൈട്രജനിനെ നോക്കിയാണ് ഒരു 2 ഇലക്ട്രോൺ ലോൺ പെയർ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യും? നൈട്രജൻ ആ ലോൺ പെയർ എന്ത് ചെയ്യും? ഹൈഡ്രജൻ കൊടുക്കും. അപ്പൊ എന്താവും? ഹൈഡ്രജൻ ഹൈഡ്രജൻ ഹൈഡ്രജൻ. ഇങ്ങനെയാണ് ആര് ഇരുന്നത്? NH3 ഇരുന്നത്. ഈ സ്ഥാനത്താണ് ആര് പറഞ്ഞേ? H+ വരുന്നത്. അപ്പൊ അവർക്ക് ഇലക്ട്രോണേ ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? നൈട്രജൻ 2 ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഹൈഡ്രജൻ അങ്ങോട്ട് കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ബോണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ എന്താവും? NH4+ ആകും. ആണല്ലോ, NH4+ ആകും. ഇത് ഇങ്ങനെ ഉണ്ടാക്കുന്ന, അതായത് ഒരു ആറ്റം തന്നെ ലിങ്ക് ബോണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഇലക്ട്രോൺ എല്ലാം കൊടുക്കുകയാണെങ്കിൽ അതാണെന്ത്? കോർഡിനേറ്റ് ബോണ്ട്. നമുക്ക് എന്താണ് നോക്കാം. നമ്മളെ കോർഡിനേഷൻ കോമ്പൗണ്ടിൽ നോക്കിയാണേ, നോക്കാം. നോക്കിയാണേ, എന്റെ കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ് CO NH3 6 ഇവിടെ നോക്കിയാണേ, ഈ അമോണിയയില്ലേ, ഈ അമോണിയ ഈ കൊബാൾട്ടായിട്ട് ബോണ്ട് ഉണ്ടാക്കിയല്ലോ. അതിനുള്ള 2 ഇലക്ട്രോണും കൊടുത്തത് ആരാണ്? നൈട്രജൻ ആണ്. അതുപോലെ ഇവിടെ ഉണ്ടാക്കിയപ്പോഴും നൈട്രജൻ മാത്രം എന്ത് ചെയ്യുള്ളൂ? ഇലക്ട്രോൺ കൊടുത്തിട്ടുള്ളൂ. അവിടെ സെയിം, നൈട്രജൻ മാത്രം നൈട്രജൻ മാത്രം നൈട്രജൻ മാത്രം നൈട്രജൻ മാത്രം. അങ്ങനെയാണെങ്കിൽ പിന്നെ കൊബാൾട്ട് എന്താണ് ചെയ്യണേ? കൊബാൾട്ട് ഈ നൈട്രജന് ഇലക്ട്രോൺസ് കൊടുക്കാനായിട്ടുള്ള ഒരു ഓർബിറ്റൽ, ഫ്രീ ഓർബിറ്റൽ എന്ത് ചെയ്യും? കൊടുക്കും. നീ ഇവിടെ കൊണ്ട് വെച്ചോ എന്ന് പറയുന്ന പണി മാത്രമാണ് എന്ത്? കൊബാൾട്ട് ചെയ്യണേ. ശ്രദ്ധിക്കണേ, കൊബാൾട്ട് അങ്ങോട്ട് ഇലക്ട്രോൺ കൊടുക്കില്ല, പകരം സ്ഥലം കൊടുക്കും, ഒരു വേക്കന്റ് ഓർബിറ്റൽ കൊടുക്കും. അവിടെ കൊണ്ട് വച്ച് നീ എന്ത് ചെയ്യണം? ബോണ്ട് പ്രൊഡ്യൂസ് ചെയ്തോ എന്ന് പറയുകയാണ് ആര് ചെയ്യണേ? കൊബാൾട്ട് ചെയ്യണേ, സെൻട്രൽ ആറ്റം ചെയ്യുന്നേ. ബാക്കി എന്ത് ചെയ്യണം? ബാക്കിയുള്ള എല്ലാ പണി ആര് ചെയ്യണം? വരുന്ന ലിഗാൻഡ് ചെയ്യണം. എന്ത് ചെയ്യണം? ലിഗാൻഡ് വരണം, ഇലക്ട്രോൺ എടുത്ത് ആ ഓർബിറ്റിൽ കൊണ്ട് വെക്കണം, ബോണ്ട് പ്രൊഡ്യൂസ് ചെയ്യണം. ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് എന്ത്? കോഓർഡിനേറ്റ് ബോണ്ട് എന്ന് പറയുന്നത്. ഇതാണ് കോർഡിനേറ്റ് കോമ്പൗണ്ടുകൾ. ഓക്കെ, നമുക്ക് ബാക്കി നോക്കാം ഡീറ്റെയിൽ ആയിട്ട്. നോക്കിയാണേ, ഓക്കെ, നമുക്ക് നോക്കാം. ഞാനൊരു കോമ്പൗണ്ട് എഴുതിയിട്ടുണ്ട്. അത് കൂടാതെ ഒന്നും എഴുതിക്കോട്ടെ, വേറെ ഒന്നുമല്ല. ഒരു COCl2 നോക്ക്. ഇവിടെ അല്ലെങ്കിൽ ഇവിടെ നോക്കാം. ഇവിടെ ഈ കൊബാൾട്ടിന്റെ വാലൻസ് എത്ര ആയിരിക്കും? 2 ക്ലോറിന്റെ ലിങ്കിലുണ്ട് ആണല്ലോ. ക്ലോറിന്റെ -1 ആണ്. സോ 2 ക്ലോറിൻ ആയപ്പോഴത്തേക്ക് -2. അപ്പൊ എന്താ? കൊബാൾട്ടിന് എന്ത് വരും? +2 വരും അല്ലേ? ഒരു ക്ലോറിന് -1, അടുത്ത ക്ലോറിന് -1. അപ്പം -1 വേണ്ടിയാണ് കൊബാൾട്ട് കൊടുത്തിട്ടല്ലേ? അപ്പൊ എന്താണ്? കൊബാൾട്ടിന് +2. പക്ഷെ ഇവിടെ അതുപോലെ നോക്കുമ്പോഴത്തേക്കും ഇവിടെ ഈ പറഞ്ഞ കൊബാൾട്ടിന് 2 തരം വാലൻസ് ഉണ്ടാവും. ഒന്ന് പ്രൈമറി വാലൻസി എന്നും പിന്നെ ഒന്ന് സെക്കൻഡറി വാലൻസി എന്നും. ഓക്കെ, 2 തരം വാലൻസി ഉണ്ടാവും. നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ടിന് 2 തരം വാലൻസി ഉണ്ടെന്നാണ് ആര് പറഞ്ഞത്? നമ്മൾ പറഞ്ഞത് കേട്ടോ. 2 തരം വാലൻസി ഉണ്ട്. നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ടിന് 2 തരം വാലൻസി ഉണ്ട്. സാധാ കോമ്പൗണ്ട് കണക്കല്ല. ഇതെല്ലാം നമ്മൾ ഇത്ര നാൾ പഠിച്ച കോമ്പൗണ്ട്. സാധാ കോമ്പൗണ്ട് കണക്കല്ല. കോർഡിനേഷൻ കോമ്പൗണ്ടിന് 2 തരം വാലൻസി ഉണ്ട്. ഒന്ന് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൈമറി വാലൻസി എന്നും അടുത്തതിനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി വാലൻസി എന്നും. ഓക്കെ, 2 തരം കോർഡിനേഷൻ കോമ്പൗണ്ടിന് 2 തരം വാലൻസി ഉണ്ട്. പ്രൈമറി വാലൻസിയും സെക്കൻഡറി വാലൻസിയും. നമ്മൾ എപ്പോഴും ഈ സൈഡിൽ നോക്കുക, ഈ സൈഡിൽ നിന്ന്. അപ്പൊ ആദ്യം കണ്ടാരാണ്? ക്ലോറിൻ അല്ലേ? ഈ സ്ക്വയർ ബ്രാക്കറ്റിന് പുറത്തുള്ള അതിനെ വിളിക്കുന്ന പേരാണ് പ്രൈമറി വാലൻസി. ഓക്കെ, ഇപ്പൊ ഇവിടെ ആരാണ്? ഇവിടെ ക്ലോറിൻ. ശ്രദ്ധിക്കണേ, നമ്മുടെ ഈ സ്ക്വയർ ബ്രാക്കറ്റിന് പുറത്തുള്ള എഴുതിയിട്ടുള്ള ആരാണോ അവരെ വിളിക്കുന്ന പേരാണെന്ത്? പ്രൈമറി വാലൻസി. എന്നാ ഈ കൊബാൾട്ട് ഡയറക്റ്റ് ആയിട്ട് എത്ര എണ്ണത്തിന് ലിങ്ക് ചെയ്തിട്ടുണ്ട്? നമുക്ക് ഇവിടെ NH3 അമോണിയ 6 എണ്ണം ഉണ്ട്. അപ്പം കൊബാൾട്ട് ശരിക്കും പറഞ്ഞാൽ കൊബാൾട്ട് 6 അമോണിയ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്?
ബോണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവനാണ് എന്ത് വിളിക്കുക, അപ്പം അതിനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി വാലൻസി. ഇവിടെ ഇവിടെ ആരാണ്, ഇവിടെ അമോണിയാണ്. ഓക്കെ, ശ്രദ്ധിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. കൊബാൾട്ട് അല്ല, ഇവിടെ എന്താണ്, ഈ കോമ്പൗണ്ടിന് രണ്ട് തരം വാലൻസി ഉണ്ട്, പ്രൈമറി വാലൻസിയും സെക്കൻഡറി വാലൻസിയും. ഇതാണ് പ്രത്യേകത. പ്രൈമറി വാലൻസി എന്ന് പറഞ്ഞാൽ സ്ക്വയർ ബ്രാക്കറ്റിന് പുറത്തുള്ള ആരാണോ അവരാണ് പ്രൈമറി വാലൻസി പറഞ്ഞത്. സെക്കൻഡറി വാലൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പറഞ്ഞ കൊബാൾട്ട് എത്ര ആറ്റമായിട്ട് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ലിങ്ക് ചെയ്തിട്ടുണ്ടെന്ന് നോക്കണം. ഇവിടെ നോക്കിയാണ് 6. അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രൈമറി വാലൻസി 3ഉം സെക്കൻഡറി വാലൻസി 6ഉം ആണ്. ഓക്കെ, പ്രൈമറി വാലൻസി 3ഉം സെക്കൻഡറി വാലൻസി 6ഉം ആണ്. ശരി, അവിടെ നിൽക്കട്ടെ. ഈ പുറത്തുള്ള പ്രൈമറി വാലൻസി ഇല്ലേ, ഈ പ്രൈമറി വാലൻസി ഉള്ള ആരാണോ അവരെല്ലാം അയോണൈസബിൾ ആണ്, അയോണൈസ് ആയിട്ട് പോകും, അയോണൈസബിൾ ആണ്, അയോണായിട്ട് പോകാൻ കഴിവുള്ളതാണ്. പക്ഷേ നമ്മുടെ ഈ കൊബാൾട്ട് ഡയറക്റ്റ് ലിങ്ക് ചെയ്തിരിക്കുന്നില്ലേ, ഇവരെ നമുക്ക് ഒരിക്കലും വേർതിരിക്കാൻ പറ്റില്ല. ഇവരൊക്കെ എന്താണ്, നോൺ അയോണൈസബിൾ ആണ്, നോൺ അയോണൈസബിൾ ആണ്. ഓക്കെയാണ്. പ്രൈമറി വാലൻസി എന്താണ്, പ്രൈമറി വാലൻസി അയോണൈസബിൾ ആണ്, സെക്കൻഡറി വാലൻസി നോൺ അയോണൈസബിൾ ആണ്. പ്രൈമറി നമ്മളിപ്പോ ഈ കോമ്പൗണ്ടിനെ കൊണ്ട് ഞാൻ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് രണ്ടായിട്ട് തിരിയും. ആരൊക്കെയെന്ന് അറിയാമോ, ഒരു 3 ക്ലോറിനും 3 Cl മൈനസും പിന്നെ അതാണ് ഈ കോമ്പൗണ്ട് അതുപോലെ ഇങ്ങനെ രണ്ടായിട്ട് തിരിയത്തുള്ളൂ. അല്ലാതെ എനിക്ക് ഇതിനെ പിന്നെ കൊബാൾട്ട് വേറെ NH3 വേറെ അങ്ങനെ കിട്ടത്തില്ല. ഇത് ഒറ്റ സാധനമായിട്ട് കിട്ടത്തുള്ളൂ, ഇത് വേറെ സാധനമായിട്ട്. അതുകൊണ്ടാണ് ഇത് സെപ്പറേറ്റ് ആയി പോയില്ലേ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറഞ്ഞ പ്രൈമറി വാലൻസ് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും, അയോണൈസ് ചെയ്യാൻ പറ്റും. സെക്കൻഡറി വാലൻസ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കാരണവശാലും. അതായത് വെള്ളത്തിലിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അയോണൈസ് ചെയ്താൽ പറ്റത്തില്ല. ഓക്കെ, ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ പ്രൈമറി വാലൻസി വിളിക്കുന്ന പേരാണ് കൗണ്ടർ അയോൺ. ഇങ്ങോട്ട് പറയാം, ജസ്റ്റ് നോട്ടീസ് പറയുന്നേ ഉള്ളൂ. പ്രൈമറി വാലൻസി വിളിക്കുന്ന പേരാണ് കൗണ്ടർ അയോൺ. അതുപോലെ ഇതിനെ ഈ ബ്രാക്കറ്റില്ലേ, ഈ ബ്രാക്കറ്റിന് അകത്ത് നടക്കുന്ന എല്ലാ സാധനത്തിനെയും കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് കോർഡിനേഷൻ എൻറ്റൈറ്റിയും അല്ലെങ്കിൽ കോർഡിനേഷൻ സ്പിയറും. കേട്ടോ, ഞാൻ ടേംസ് എടുക്കാൻ പറഞ്ഞുതരാം, ജസ്റ്റ് എന്ന് പറഞ്ഞതേ ഉള്ളൂ. പ്രൈമറി വാലൻസി വിളിക്കുന്ന പേരാണ് എന്തോന്നാണ്, കൗണ്ടർ അയോൺ. അതുപോലെ ഈ സ്ക്വയർ ബ്രാക്കറ്റിന് അകത്തുള്ള എന്ത് വിളിക്കും, കോർഡിനേഷൻ എൻറ്റൈറ്റി അല്ലെങ്കിൽ കോർഡിനേഷൻ സ്പിയർ. ഓക്കെ, വേറെ പറയണം, പറയില്ല. ഓക്കെ, ഇത് പറയട്ടെ. ഈ കൗണ്ടർ അയോൺ എപ്പോഴും നെഗറ്റീവ് ഉള്ളതായിരിക്കും. ഇപ്പൊ ക്ലോറിൽ എടുത്തത് നെഗറ്റീവ് ഉള്ളതായിരിക്കും കൗണ്ടർ ആയിട്ട് വരുന്നത്. അതായത് നമ്മൾ ആരോടായിരിക്കും നെഗറ്റീവ് ആയിട്ട് വരുന്നത്, കൗണ്ടർ ആയിട്ട് വരുന്നത്. പക്ഷേ ഇവിടെ വരില്ലേ, ഇവിടെ വരുന്ന സാധനം ഒന്നുകിൽ നെഗറ്റീവ് ആവാം അല്ലെങ്കിൽ ന്യൂട്രൽ ആവാം, ആരോണാവാം. ഇവിടെ ഇപ്പൊ അമോണിയല്ലേ വരുന്നത്. ഓക്കെ, ഒന്നുകിൽ എന്താവാം, ന്യൂട്രൽ ആവാം, അല്ലെങ്കിൽ ആരാവാം, നെഗറ്റീവ് ആവാം. അപ്പം പ്രൈമറി വാലൻസ് എന്തൊക്കെ ആവാം, പ്രൈമറി വാലൻസ് നെഗറ്റീവ് ആണ്. ഇവിടെയാണെങ്കിലോ ന്യൂട്രലും ആവാം, നെഗറ്റീവും ആവാം. ഓക്കെ, ഈ സെക്കൻഡറി വാലൻസിയിലെ ഈ സെക്കൻഡറി വാലൻസ് എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് ആയിരിക്കും. ഏതൊരു മെറ്റലിലും ആ ഒരു നമ്പർ ഫിക്സ്ഡ് ആയിരിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് ഇവിടെ കോബാൾട്ടിനാണെങ്കിൽ 6. ഓക്കെ, അങ്ങനെ ഫിക്സ്ഡ് ആയിരിക്കും. എത്ര എണ്ണ വരാവുന്നൊരു എണ്ണം ഉണ്ടായിരിക്കും. ഓക്കെ, അതിനെ വിളിക്കുന്ന പേരാണ് കോർഡിനേഷൻ നമ്പർ. നമ്മൾ പറയാം ഇങ്ങോട്ട്, അതിനെ വിളിക്കുന്ന പേരാണ് കോർഡിനേഷൻ നമ്പർ. ഞാൻ ടേംസ് എടുക്കുമ്പോൾ ഡിഫൈൻ ചെയ്ത് തരാം. അപ്പൊ കേട്ടോ, നമ്മളിപ്പോ ഈ പറഞ്ഞ സെറ്റിൽ മെറ്റൽ എന്ത് ചെയ്യും, ഓരോ മെറ്റലിനും പർട്ടിക്കുലർ നമ്പർ കാണും. അത്ര എണ്ണം എന്ത് ചെയ്യും, കൊണ്ട് ഫില്ല് ചെയ്യും. ആ നമ്പറിനെ വിളിക്കുന്ന പേരാണ് കോർഡിനേഷൻ നമ്പർ. ഓക്കെ, ഇനി ഈ പറഞ്ഞ ഈ കോമ്പൗണ്ട് ഉണ്ടല്ലോ, ഈ പറഞ്ഞ അമോണിയ കൊബാൾട്ടിനോട് ചേർന്ന് ചേർന്ന് പറഞ്ഞില്ലേ, ഇങ്ങനെ ചേർന്ന് ഒരു പ്രത്യേക സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അത് ആ സ്ട്രക്ചറിന് ഫിക്സ്ഡ് ആയിരിക്കും. അത് നമ്മൾ സ്പെഷ്യൽ ക്യാരക്ടർ എന്ന് വിളിക്കും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോളിഹെഡ്ര. വേറൊന്നല്ല, എന്താണ്, ആ സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ആണ്. ആ സ്പേസിലുള്ള ഈ പറഞ്ഞ മെറ്റലും ഈ പറഞ്ഞ ലിഗാൻഡും ഡിഫൈൻ ചെയ്തില്ലേ, പറഞ്ഞുതരാം എന്താണെന്ന്. ഇങ്ങനെ കൂടെ പറഞ്ഞ സംഭവമാണ് എന്ത്, ലിഗാൻഡ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആ ഒരു സ്ട്രക്ചർ എങ്ങനെയാണോ ഇരിക്കുന്നത്, ആ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണെന്ത്, പോളിഹെഡ്ര. ഓക്കെ, ഇനി വെക്കട്ടെ, അടുത്തിലോട്ട് പോകാം. ഓക്കെ, ഇപ്പൊ ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞ 4 പോയിന്റ് ആണ് ആ പറഞ്ഞ വെർലർ തിയറിയുടെ മെയിൻ പോസ്റ്റുലേറ്റ്സ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്, ഒന്നെന്തായിരുന്നു, ഈ പറഞ്ഞ കോർഡിനേഷൻ കോമ്പൗണ്ട് 2 തരം വാലൻസി കാണിക്കും, പ്രൈമറി വാലൻസിയും സെക്കൻഡറി വാലൻസിയും. ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞേ, പ്രൈമറി വാലൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, നെഗറ്റീവ് അയോൺസ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അയോണൈസബിൾ ആണ്, അയോണൈസ് ചെയ്ത് പോകണാണ്, പുറത്ത് കിടക്കുന്നതാണ്, അയോണൈസ് ചെയ്ത് പോകും. തേർഡ് പോയിന്റ് എന്താ പറഞ്ഞേ, സെക്കൻഡറി വാലൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, സെക്കൻഡറി വാലൻസി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആവാം അല്ലെങ്കിൽ എന്താവാം, ന്യൂട്രലും ആവാം. അവരെന്ത് ചെയ്യും, ആ മെറ്റലിന്റെ കോർഡിനേഷൻ നമ്പറിന് ഈക്വൽ ആയിരിക്കും, ആ നമ്പർ എപ്പോഴും ഫിക്സ്ഡ് ആണ്, മാറ്റാൻ പറ്റില്ല.
ഞാൻ നേരത്തെ പറഞ്ഞാണ് കോബാൾട്ടിന് 6 ആണെങ്കിൽ 6 എന്തായാലും തികച്ചിരിക്കണം. ഓക്കെ, അതുപോലെ ഫോർത്ത് പിന്നെ എന്താ പറഞ്ഞേ, ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുമല്ലോ. ആ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ സ്പേഷ്യൽ അറേഞ്ച്മെന്റ് എപ്പോഴും സെയിം ആയിരിക്കും, ഫിക്സഡ് ആയിരിക്കും. അപ്പൊ എന്താണ് ടീച്ചർ പറഞ്ഞു തരാം എന്താണെന്ന്. ഓക്കെയാണേ, അത് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, പോളിഹെഡ്ര. പോളിഹെഡ്ര. ഓക്കെ, നോക്കാം. അപ്പൊ ഇതാണ് 4 പോയിന്റ്. പ്രൈമറി വാലൻസി, സെക്കൻഡറി വാലൻസി. പ്രൈമറി അയണൈസബിൾ ആണ്, നെഗറ്റീവ് അയോൺ ആണ്. സെക്കൻഡറി വാലൻസി നെഗറ്റീവ് ആവാം, ന്യൂട്രലും ആവാം. നോൺ അയണൈസബിൾ ആണ്, കോർഡിനേഷൻ നമ്പറിന് ഈക്വൽ ആയിരിക്കും. ഫോർത്ത് പോയിന്റ് എന്താണ് പറഞ്ഞത്, ഈ സ്പേഷ്യൽ അറേഞ്ച്മെന്റ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക് ഉണ്ടായിരിക്കും, അതൊരിക്കലും മാറ്റാൻ പറ്റില്ല. ഷേപ്പ് ഒക്കെ പഠിക്കാണ് നമുക്ക്, അങ്ങോട്ട് വരാം. 4 പോയിന്റ് അതിനെന്ത് വിളിക്കും, പോളിഹെഡ്ര എന്ന് വിളിക്കും. ഓക്കെ, നമുക്ക് അതിന്റെ അടുത്ത് നോക്കാം, എന്താണ് ഡബിൾ സാൾട്ടും കോർഡിനേഷൻ കോമ്പൗണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഡബിൾ സാൾട്ടിലോട്ട് വരാം. അതിനു മുമ്പ് ഞാൻ എന്താണ് സിമ്പിൾ സാൾട്ട് എന്ന് പറയാം. നോക്കി, വേറൊന്നല്ല, സിമ്പിൾ സാൾട്ട്. സിമ്പിൾ സാൾട്ട് അല്ലെങ്കിൽ സിംഗിൾ സാൾട്ട് നമുക്ക് എന്താണ് വിളിക്കാം. സിമ്പിൾ സാൾട്ട് എന്ന് വെച്ചാലേ വേറൊന്നല്ല, ഒരു ഉദാഹരണത്തിന് NaCl എടുക്കാം, FeSO4 എടുക്കാം, FeSO4 എടുക്കാം, വേണമെങ്കിൽ NH4 twice SO4 എടുക്കാം. ഓക്കെ, NH3 twice SO4 ഇത് നോക്കാം. ഓക്കെയാണ്, NaCl ഉണ്ടാക്കിയത് എങ്ങനെയാണ്, Na പ്ലസും Cl മൈനസും, Na പ്ലസും Cl മൈനസും. ഓക്കെ, രണ്ടെണ്ണേ ഉള്ളൂ. FeSO4 ആണെങ്കിൽ Fe പ്ലസും 2 പ്ലസും SO4 2 മൈനസും, SO4 2 മൈനസും. ഇതാണെങ്കിൽ NH4 വരുമല്ലോ, NH4 2 പ്ലസും SO4 2 മൈനസും. നമുക്ക് ഇതുപോലുള്ള സിമ്പിൾ സാൾട്ട് നമ്മൾ എന്ത് വിളിക്കുന്നത്, സിമ്പിൾ സാൾട്ട് വിളിക്കുന്നത്. നമുക്ക് Na പ്ലസും Cl മൈനസും, രണ്ട് സാധനങ്ങളേ ഉള്ളൂ. Fe2 പ്ലസും SO4 2 മൈനസും, കുറച്ചേ ഉള്ളൂ. അമോണിയയും SO4 2 മൈനസും, കുറച്ചല്ലേ ഉള്ളൂ. ഇങ്ങനെയുള്ള സംഭവത്തെ നമ്മൾ എന്ത് വിളിക്കുന്നത്, സിമ്പിൾ സാൾട്ട് എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താ ഡബിൾ സാൾട്ട് നോക്കാം, മാറ്റിയാണേ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്താണ് ഡബിൾ സാൾട്ട് എന്ന് നോക്കാം. ഡബിൾ സാൾട്ട് അപ്പോഴ് നമ്മൾ സിംഗിൾ സാൾട്ട് പഠിച്ചില്ലേ, സിമ്പിൾ സാൾട്ട് പഠിച്ചില്ലേ. എന്തിനാണെന്ന് അറിയാമോ, നമുക്കത് പഠിക്കാനില്ല. ഡബിൾ സാൾട്ടും കോർഡിനേഷൻ കോമ്പൗണ്ടും തമ്മിലുള്ള വ്യത്യാസം മാത്രമേ പഠിക്കാനുള്ളൂ. പിന്നെ എന്തിനാണ് ഡബിൾ സാൾട്ട് എന്ന് പറയണമെങ്കിൽ സിമ്പിൾ സാൾട്ട് അറിഞ്ഞിരിക്കണം, അതാണ് പറഞ്ഞ കേട്ടോ. നോക്കാം നമുക്ക് എന്താണെന്ന്. നോക്കിയാണെ, ഞാൻ ഒരു ഉദാഹരണം എടുക്കാം. കാർണലൈറ്റ് എടുത്തേ. എങ്ങനെ ഉണ്ടാക്കിക്കണമെന്ന് അറിയാമോ, നോക്കിയാണേ, പഠിക്കുന്ന ഇമ്പോർട്ടന്റ് ആണ്. KCl ഡോട്ട് MgCl2 ഡോട്ട് KCl ഡോട്ട് MgCl2 ഡോട്ട് 6H2O 6 വാട്ടർ മോളിക്യൂൾ. നോക്കിയാണേ, കാർണലൈറ്റ് ഉണ്ടാക്കിയാണ് KCl MgCl2 ഡോട്ട് 6H2O. ഇവിടെ നോക്കിയാണ്ട, വേറെ ഒന്നുമില്ല. KCl ഒരു സാൾട്ട് അല്ലേ, MgCl2 വേറെ സാൾട്ട് അല്ലേ. നോക്ക്, രണ്ട് സിമ്പിൾ സാൾട്ട് കൊണ്ടല്ലേ ഈ കോമ്പൗണ്ട് ഉണ്ടാക്കിയിരിക്കണേ, അല്ലേ. രണ്ട് സിമ്പിൾ സാൾട്ട് കൊണ്ടാണ് ഈ കോമ്പൗണ്ട് ഉണ്ടാക്കിയിരിക്കണേ. ഒരെണ്ണം KCl, ഒരെണ്ണം MgCl2. ഇങ്ങനെ രണ്ട് സാൾട്ട് ചേർത്ത് ഉണ്ടാക്കുന്ന സാൾട്ടാണ് എന്ത്, നമ്മളെ ഡബിൾ സാൾട്ട്. കാര്യം മനസ്സിലായല്ലോ. ഓക്കെ, ഇത് പഠിക്കണം, ചോദിക്കട്ടെ കാർണലൈറ്റ് എന്താണ്. അതുപോലെ മോർ സാൾട്ട് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. മോർ സാൾട്ട് എന്താണെന്ന്, മോർ സാൾട്ട് പഠിക്കണ ഇമ്പോർട്ടന്റ് ആണ്, എളുപ്പമാണ്. നോക്കാം. FeSO4 ഡോട്ട്, ഞാൻ പറഞ്ഞു പഠിപ്പിക്കുന്നത് ശ്രദ്ധിക്കാനാണ്. FeSO4 ഡോട്ട് NH4 twice SO4 FeSO4 ഡോട്ട് NH4 twice SO4 ഡോട്ട് RH2O. ഒരു കൂടി FeSO4 ഡോട്ട് NH4 twice SO4 ഡോട്ട് RH2O. അതുപോലെ മറ്റൊന്നാണ് പൊട്ടാഷ് അൽം. നോക്കാം എന്താണെന്ന്. പൊട്ടാസ്യം അലുമിനിയം KAl പൊട്ടാസ്യം അലുമിനിയം. പിന്നെ SO4 twice 12H2O. ഒരു കൂടി നോക്കാം. കാർണലൈറ്റ് എന്താണ്, KCl ഡോട്ട് MgCl2 ഡോട്ട് RH2O. കഴിഞ്ഞ് മോർ സാൾട്ട്
ഇമ്പോർട്ടന്റ് ആണ്. FeSO4 ഡോട്ട് NH4 ട്വൈസ് SO4 ഡോട്ട് RH2O. അത് നോക്കാം. പൊട്ടാസ്യം നോക്കാം. KAl SO4 ട്വൈസ് ഡോട്ട് 12H2O. ഓക്കെ, നോട്ട് വേണമെന്നുള്ളത് ഫോട്ടോ എടുത്തോളൂ, മാറിത്തരാം. ഓക്കെ, നേരത്തെ പറഞ്ഞ് ഡബിൾ സാൾട്ടും കോർഡിനേഷൻ കോമ്പൗണ്ടും വ്യത്യാസം. ഒരു ഡബിൾ സാൾട്ട് വായിച്ചിട്ടുണ്ട്, കാരണം വെച്ചിട്ടുണ്ട് KCl MgCl2 വാട്ടർ എന്നൊക്കെയാണ്. ഞാൻ ഈ സാധനം വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ എന്തൊക്കെയായിട്ട് മാറും? K പ്ലസും Cl മൈനസും Mg2 പ്ലസും Cl2 രണ്ട് Cl മൈനസും 6 വാട്ടർ മോളിക്യൂളും ഇങ്ങനെയായിട്ട് മാറും. ഓക്കെ, ചുരുക്കി പറയാൻ എന്ത് ചെയ്യും? എല്ലാം അയോണൈസ് ചെയ്ത് പോകും. ഡബിൾ സാൾട്ടിലുള്ള എല്ലാ സാധനങ്ങളും എന്ത് ചെയ്യും? അയോണൈസ് ചെയ്ത് പോകും വെള്ളത്തിൽ ഇട്ടാ. അതേസമയം ഞാൻ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ് ഇടണമെങ്കിൽ എന്ത് സംഭവിക്കും? ഈ സാധനം അയോണൈസ് ചെയ്യൂ? ഇല്ല. ഇതാണ് ഡബിൾ സാൾട്ടിന്റെയും കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ വ്യത്യാസം. എന്താണ് പ്രത്യേകത? കോർഡിനേഷൻ കോമ്പൗണ്ട് അയോണൈസ് ചെയ്ത് പോകൂല, എന്തായി മാറില്ല? CO2 പ്ലസോ അല്ലെങ്കിൽ CO3 പ്ലസോ ആയിട്ട് എന്തില്ല? ഒരിക്കലും പോകില്ല. കാണേണ്ട എന്ത് ചെയ്യും? ഈ പറഞ്ഞ എല്ലാ അയോണൈസ് ചെയ്ത് പോവുകയും ചെയ്യും. ഇതാണ് ഒരു ഡബിൾ സാൾട്ടും കോർഡിനേഷൻ കോമ്പൗണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, നമുക്കിനി ഈ കോർഡിനേഷൻ കോമ്പൗണ്ടിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ടേംസിനെ കുറിച്ച് നോക്കാം. മാറ്റിയാണേ. ഓക്കെ, നമുക്ക് നോക്കാം. ഒന്നാമത്തേതാണ് കോർഡിനേഷൻ എൻഡൈറ്റി. വേറൊന്നുമല്ല, നമ്മൾ ഈ സെൻട്രൽ മെറ്റലും അത് ലിങ്കിട്ടുള്ള അയോണ മോളിക്യൂളോ കാണുമല്ലോ, അവരെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് എന്ത്? കോർഡിനേഷൻ എൻഡൈറ്റി. ഉദാഹരണത്തിന് CONH3 6 ടൈംസ്. ഈ സാധനത്തിനെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് കോർഡിനേഷൻ എൻഡൈറ്റി. ഒരു സെൻട്രൽ മെറ്റൽ, അപ്പൊ ആരെ കാണും? അതിനകത്ത് ഒരു മെറ്റൽ കാണും. ഈ മെറ്റൽ നമ്മൾ വിളിക്കുന്ന പേരാണ് സെൻട്രൽ മെറ്റൽ. ഒരു സെൻട്രൽ മെറ്റൽ കാണും, പ്ലസ് അത് കാണും ആ മെറ്റലായിട്ട് ലിങ്കിട്ടുള്ള സെക്കൻഡറി വാലൻസി ഇല്ലേ, അവരും കാണും. നോൺ അയണൈസബിൾ, നമുക്ക് എന്ത് പറയാം? അയോൺസ് വിളിക്കാം. അയോൺസ് ഓർ മോളിക്യൂൾസ് അല്ലേ? ഇവരെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണെന്ത്? കോർഡിനേഷൻ എൻഡൈറ്റി. എന്താണ്? അപ്പം ഈ സ്പിയറിനകത്ത് വരുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ ബ്രാക്കറ്റിനകത്ത് വരുന്നതിനെ വിളിക്കുന്ന പേരാണെന്ത്? കോർഡിനേഷൻ എൻഡൈറ്റി. എന്താ കാണും? ഒരു സെൻട്രൽ മെറ്റലും കാണും, പിന്നെ അത് ഡയറക്റ്റ് ലിങ്കിട്ടുള്ള കുറച്ച് കോമ്പൗണ്ട്സ് കാണും. അത് അയോൺസ് ആവാം, മോളിക്യൂൾ ആവാം. അതിനെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് കോർഡിനേഷൻ എൻഡൈറ്റി. ഓക്കെ, ഇതൊന്നുകൂടെ പറഞ്ഞോട്ടെ. ഈ പറഞ്ഞ സെൻട്രൽ മെറ്റൽ ഇല്ലേ, ഈ സെൻട്രൽ മെറ്റലിനെ നമ്മള് ലെവിസ് ആസിഡ് എന്ന് വിളിക്കാറുണ്ട്. സെൻട്രൽ മെറ്റൽ നമ്മൾ എന്ത് വിളിക്കാറുണ്ട്? ലെവിസ് ആസിഡ് എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ എന്താണ് കോർഡിനേഷൻ എൻഡൈറ്റി എന്ന് വെച്ചാൽ? നോക്കിയാണേ, കോർഡിനേഷൻ എൻഡൈറ്റി ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെ? A central metal bonded with ions or molecules. ഉദാഹരണത്തിന് നമുക്ക് ആര് എഴുതാം? കോബാൾട്ട് NH3 6 ടൈംസ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നോട്ട് വേണമെന്നുള്ള ഫോട്ടോ എടുത്തോളം മാറിത്തരാം. അടുത്ത നോക്കാം, എന്താണ് സെൻട്രൽ ആറ്റം എന്നും. നിങ്ങൾക്ക് അറിയാലോ എന്തായിരിക്കും? ഞാൻ പറയാതെ അറിയാം. എന്താണ്? ഒരു കോർഡിനേഷൻ എൻഡൈറ്റിക്കകത്ത് എല്ലാ ലിഗാൻഡ്സും വന്ന് കയറുന്ന ആരായിട്ടാണോ അവരാണെന്ത്? നമ്മുടെ സെൻട്രൽ ആറ്റം അല്ലേ? ഈ പറഞ്ഞ സെൻട്രൽ ആറ്റത്തിലാണ് എന്ത് ചെയ്യണേ? ഈ പറഞ്ഞ എല്ലാ സംഭവങ്ങളും ഒന്ന് കയറുന്നത് അല്ലേ? അതിനെ വിളിക്കുന്ന പേരാണെന്ത്? സെൻട്രൽ ആറ്റം. അത്രേ ഉള്ളൂ. ഓക്കെ, അവിടെ എന്താണ് എഴുതുന്നില്ല. നമുക്ക് അടുത്ത ലിഗാൻഡ് നോക്കാം. ലിഗാൻഡാണ് ഒരുപാട് വെച്ചിട്ടുള്ള ലിഗാൻഡ്. ഓക്കെ, ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സെൻട്രൽ ആറ്റത്തിലോട്ട് വന്ന് കയറുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ലിഗാൻഡ്. അത് അയോൺസ് ആവാം, മോളിക്യൂൾ ആവാം, ചെറിയ ഇപ്പം ഉദാഹരണത്തിന് ക്ലോറിൻ പോലുള്ള അയോൺസ് ആവാം, അല്ലെങ്കിൽ വലിയ സ്ട്രക്ചർ, വലിയ കോമ്പൗണ്ട് എന്ത് ചെയ്യാം? പ്രോട്ടീൻ പോലത്തെ വലിയ കോമ്പൗണ്ട് വരെ എന്താവും? നമ്മുടെ ലിഗാൻഡായിട്ട് മാറാം. ഓക്കെ, ശ്രദ്ധിക്കണേ. ലിഗാൻഡ് എന്താണ്? നമ്മുടെ സെൻട്രൽ ആറ്റത്തിലോട്ട് വന്ന് കയറുന്ന ഈ പറയുന്ന അയോൺസ് അല്ലെങ്കിൽ മോളിക്യൂളിനെ വിളിക്കുന്ന പേരാണെന്ത്? ലിഗാൻഡ് എന്ന് പറയണേ. ഒരു ഉദാഹരണത്തിന് ഇപ്പം CONH3 6 ടൈംസ് Cl
3Cl. ഇതായിക്കോട്ടെ Cl3 ഇതായിക്കോട്ടെ. ഇതൊക്കെയാണ് ഈ പറഞ്ഞ സെൻട്രൽ ആറ്റമായിട്ട് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, കോണ്ടാക്ട് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളത് നമ്മൾ എന്ത് വിളിക്കുന്നത്, ലിഗാൻഡ് എന്ന് വിളിക്കുന്നത്. സെൻട്രൽ ആറ്റമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് വിളിക്കുള്ളൂ, ലിഗാൻഡ് എന്ന് വിളിക്കുള്ളൂ. ഇതെന്തല്ല, ലിഗാൻഡ് അല്ല. ഓക്കെ, സെൻട്രൽ ആറ്റമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വേണം, ഡയറക്റ്റ് ബോണ്ടിങ് ഉണ്ടായിരിക്കണം. അതാണെന്ത് നമ്മുടെ ലിഗാൻഡ്. ഞാൻ കാര്യം പറഞ്ഞോട്ടെ, എന്താണ് കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് വിളിക്കാനുള്ള കാരണം? വേറൊന്നുമല്ല, ഇവിടെ ഈ കൊബാൾട്ട് എന്നല്ലേ, ഈ പറഞ്ഞ കൊബാൾട്ട് എന്ന മെറ്റല് ഈ 6 അമോണിയക്ക് ഇരിക്കാനുള്ള സ്ഥലം, പ്ലേസ് മാത്രമേ കൊടുക്കത്തുള്ളൂ. ഓക്കെ, 6 അമോണിയക്ക് ഇരിക്കാനുള്ള പ്ലേസ് മാത്രമേ കൊടുക്കത്തുള്ളൂ. അല്ലാതെ അങ്ങോട്ട് ഇലക്ട്രോൺ കൊടുത്ത് ഇങ്ങോട്ട് ഇലക്ട്രോൺ വാങ്ങിച്ച് ആ പരിപാടി അല്ല. നമ്മൾ കോവാലന്റ് ബോണ്ടിങ് പഠിച്ചില്ലേ, ആ പരിപാടി അല്ല. നോക്കുകയാണെങ്കിൽ കൊബാൾട്ട് എന്ത് ചെയ്യും, കൊബാൾട്ട് ഇരിക്കാനുള്ള സ്ഥലം മാത്രം കൊടുക്കും. അവിടെ ആരാണോ വരണ അവരെന്ത് ചെയ്യണം, അവര് തന്നെ ഇലക്ട്രോൺസ് ഒക്കെ കൊടുത്ത് വേണം എന്ത് ചെയ്യും, ബോണ്ട് ഉണ്ടാക്കി കൊണ്ടുപോകാൻ. അവരുടെ എന്ത് വിളിക്കുന്നത്, കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് വിളിക്കുന്നത്. ജസ്റ്റ് പറയുന്നേ ഉള്ളൂ, വീട്ടിൽ നമ്മൾ എടുക്കുക, ഞാൻ വെറുതെ ജസ്റ്റ് ഓർമ്മിക്കാൻ പറയുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ ലിഗാൻഡ് എന്താണ്, ഈ പറഞ്ഞ സെൻട്രൽ ആറ്റമായിട്ട് ഡയറക്റ്റ് ബോണ്ട് ഉണ്ടാക്കുന്ന ആൾക്കാരെ നമ്മൾ എന്ത് വിളിക്കുന്നത്, ലിഗാൻഡ് എന്ന് വിളിക്കുന്നത്. ഈ ലിഗാൻഡ് 3 തരമുണ്ട്. നോക്കാം എന്തൊക്കെയാണെന്ന്. നോക്കിയാണേ, നമുക്ക് നോക്കാം. ഒന്നാമത്തതാണ് യൂണിഡെൻഡേറ്റ്. യൂണിഡെൻഡേറ്റ് അതായത് ഒരൊറ്റ, ഇപ്പൊ വലിയ മോളിക്യൂൾ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അതിനകത്ത് ബോണ്ടിങ്ങിൽ പങ്കെടുക്കാനായിട്ട് ഒരു ആറ്റമേ ശ്രമിക്കത്തുള്ളൂ. അങ്ങനത്താണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, യൂണിഡെൻഡേറ്റ് എന്ന് വിളിക്കുന്നത്. ശ്രദ്ധിച്ചാണേ, എത്ര വലിയ കോമ്പൗണ്ട് ആയാലും ശരി, ഞാൻ പറഞ്ഞു ലിഗാൻഡ് എത്ര വലുതാവാം, എത്ര വലുതായാലും ശരി, ലിങ്ക് ചെയ്യുന്നത് ഒറ്റ ആറ്റോയുടെ ആയിരിക്കും. ഉദാഹരണത്തിന് Cl- ക്ലോറിൻ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ ബോണ്ടിൽ പങ്കെടുക്കത്തുള്ളൂ. അല്ലെങ്കിൽ വാട്ടർ എടുക്കാം, H2O. ഈ പറഞ്ഞ ഓക്സിജൻ മാത്രം എന്ത് ചെയ്യണേ, ആ പോയിട്ട് ബോണ്ടിൽ പങ്കെടുത്ത് കോർഡിനേഷൻ കോമ്പൗണ്ട് ഉണ്ടാക്കണേ. അല്ലെങ്കിൽ അമോണിയ എടുക്കാം, അമോണിയ നമുക്ക് അമോണിയയില് നൈട്രജൻ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പോയി ബോണ്ട് പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ, അല്ലാതെ വേറെ ആരും പ്രൊഡ്യൂസ് ചെയ്യില്ല. അങ്ങനെ ഒരൊറ്റ ആള് മാത്രമാണ്, അല്ലെങ്കിൽ ഒരൊറ്റ ആറ്റമാണ് മാത്രമാണ് ഈ പറഞ്ഞ ലിഗാൻഡായിട്ട് വന്നിട്ട് എന്ത് ചെയ്യണേ, കോമ്പൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യണേ. അങ്ങനെയാണെങ്കിൽ എന്ത് വിളിക്കാം, യൂണിഡെൻഡേറ്റ് എന്ന് വിളിക്കാം. അപ്പൊ എന്താണ് ബൈഡെൻഡേറ്റ് എന്ന് വിളിക്കാം, ബൈഡെൻഡേറ്റ് എന്തായിരിക്കും, രണ്ടെണ്ണം എന്ത് ചെയ്യും, 2 ആറ്റങ്ങൾ എന്തുണ്ടാവും, ബോണ്ടിങ്ങിൽ പങ്കെടുക്കും. ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഈഥെയ്ൻ 1,2-diamine, ഈഥെയ്ൻ 1,2-diamine, ഈഥെയ്ൻ 1,2-diamine. പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. എക്സാമ്പിൾ ഒക്കെ പഠിക്കണം, എഴുതിയിടുന്നേ, എക്സാമ്പിൾ പഠിക്കണം. ഈഥെയ്ൻ 1,2-diamine നോക്കാം. ആദ്യം ഈഥെയ്ൻ 2 കാർബൺ, CH2 സിംഗിൾ ബോണ്ട് CH2. ഒന്നാമത്തേലും രണ്ടാമത്തേലും അമൈൻ, ഇവിടെ അമൈൻ, ഇവിടെ അമൈൻ. ഈഥെയ്ൻ 1,2-diamine. അപ്പൊ നമുക്ക് നൈട്രജൻ ഇല്ലേ, ഈ നൈട്രജൻ, ഇവിടെ നൈട്രജൻ ഉണ്ട്. അപ്പൊ നോക്കിയാണ്, ഒന്നുകിൽ ഈ നൈട്രജൻ വഴി കോർഡിനേഷൻ കോമ്പൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ നൈട്രജൻ വഴി കോർഡിനേഷൻ ബോണ്ട് പ്രൊഡ്യൂസ് ചെയ്യാം. 2 ചാൻസ് ഇല്ലേ. ഇതാണെന്ത് ബൈഡെൻഡേറ്റ് എന്ന് വിളിക്കുന്നത്. വേറെ എക്സാമ്പിൾ ഉണ്ട്, ഓക്സിലേറ്റ് അയോൺ. സ്ഥലമില്ല, ഫോട്ടോ എടുത്തോളം മായ്ക്കാൻ പോകണം. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ഒരു എക്സാമ്പിൾ നോക്കാം. ഓക്സലേറ്റ് അയോൺ നോക്കിയാണേ. ഓക്സലേറ്റ് അയോൺ എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ, ഓക്സാലിക് ആസിഡ് ഇല്ലേ, ഓക്സാലിക് ആസിഡിൽ നിന്ന് H പോയിന്റ് കോമ്പൗണ്ട് ആണ് ഓക്സലേറ്റ് അയോൺ. അപ്പൊ എന്താണ് ഓക്സാലിക് ആസിഡ് വരണം അല്ലേ, C+O സിംഗിൾ ബോണ്ട് OH. പറഞ്ഞല്ലേ, സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് O സിംഗിൾ ബോണ്ട് OH. ഈ സാധനമാണ് എന്ത്, നമ്മളെ ഓക്സാലിക് ആസിഡ്. ഇവിടെ H പോയിട്ടുള്ള കോമ്പൗണ്ട് ആണ് നമ്മുടെ ഓക്സലേറ്റ് അയോൺ. നമുക്ക് ഒന്നെങ്കിൽ ഈ ഓക്സിജൻ വഴി ബോണ്ട് പ്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഓക്സിജൻ വഴി എന്ത് ചെയ്യാം, ബോണ്ട് പ്രൊഡ്യൂസ് ചെയ്യാം. അതാണ് ബൈഡെൻഡേറ്റ് അയോൺ എന്ന് പറയണേ. ബൈഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് പറയണേ. ഓക്സലേറ്റ് അയോൺ 2 എക്സാമ്പിൾ ആയിട്ടുണ്ട്. മറ്റോ നമുക്ക് അടുത്ത് നോക്കാം, മായ്ക്കാണേ. അടുത്ത് നോക്കാം പോളിഡെൻഡേറ്റ്. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. അടുത്തതാണ് പോളിഡെൻഡേറ്റ്. എന്താണ് പോളിഡെൻഡേറ്റ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഒരൊറ്റ കോമ്പൗണ്ട് തന്നെ ആയിരിക്കും. ആ കോമ്പൗണ്ടിനകത്ത് 2ൽ കൂടുതൽ ആറ്റം വഴി എന്ത് ചെയ്യാൻ പറ്റും, ലിങ്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. അങ്ങനത്തെ ലിഗാൻഡ് ആണെന്ത്, പോളിഡെൻഡേറ്റ്. എക്സാമ്പിൾ ഇമ്പോർട്ടന്റ് ആണ്, EDTA.
എത്തലീൻ ഡൈ അമൈൻ ടെട്രാ അസറ്റേറ്റ്. ഒരിക്കലും പറഞ്ഞാണ് എത്തലീൻ ഡൈ അമൈൻ ടെട്രാ അസറ്റേറ്റ്. എത്തലീൻ ഡൈ അമൈൻ ടെട്രാ അസറ്റേറ്റ്. എത്തലീൻ ഡൈഅമൈൻ ടെട്രാ അസറ്റേറ്റ്. എത്തലീൻ ഡൈഅമൈൻ ടെട്രാ അസറ്റേറ്റ്. സ്ട്രക്ചർ നോക്കാം. നോക്കിയാണേ, ആദ്യം എത്തലീൻ CH2 ഡബിൾ ബോണ്ട് CH2 ആണ്. പക്ഷെ എന്തായി മാറും? ഈ ബോണ്ട് ബ്രേക്ക് ആയിട്ട് ഡൈഅമൈൻ രണ്ടിടത്ത് എന്ത് ചെയ്യും? ഒരു അമൈൻ വരും. NH2 അമൈൻ വന്നു. പിന്നെന്തായി മാറി? അവിടെ ടെട്രാ അസറ്റേറ്റ് ഉണ്ടോണം. 4 അസറ്റേറ്റ് കൊള്ളണം അല്ലേ? അപ്പൊ 4 H എടുത്ത് കളയാം. 4 H എടുത്ത് കളഞ്ഞ് അവിടെ 4 വാലൻസ് വരും. ഇവിടെ 2 ഹൈഡ്രജൻ വാലൻസ് വരും, ഇവിടെ ഹൈഡ്രജൻ വാലൻസ് വരും ആണല്ലോ. അസറ്റേറ്റ് വെക്കാം. CH3 COO മൈനസ് CH3 COO മൈനസ്. തിരിച്ചാണ് സ്ഥലത്തിന് കേട്ടാ. ഇവിടെ നോക്കൂ, CH3 COO മൈനസ് CH3 COO മൈനസ്. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ കാർബൺ ഇപ്പം 1 2 3 4 5 വാലൻസി അങ്ങനെ ആവോ? അങ്ങനെ ആവില്ല. ഇവിടെ CH2 ആണ്, ഇവിടെ 2 ആണ്, അതുപോലെ ഇവിടെ എല്ലാം 2 ആണ്. അപ്പൊ നമുക്ക് ഈ കാർബൺ നോക്കുകയാണെങ്കിൽ കാർബണ് ഇവിടെ ഒരു വാലൻസി, ബാക്കി 2 ഹൈഡ്രജൻ 3 എണ്ണമായി, ഇവിടെ ഒരു വാലൻസി 4. അസറ്റേറ്റ് CH3 ആണ്, അവനാണ് അങ്ങനെ മാറ്റി എഴുതിയത്. അപ്പൊ എന്താണ്? 2 CH2 എത്രയായി? CH2 ഓക്കെ. അമൈൻ കൊണ്ടുവന്നു N പിന്നെ CH2COO മൈനസ് CH2CO മൈനസ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണേ. നോക്കിയാണെങ്കിൽ ഇവിടെ എത്ര ലിങ്ക് ചെയ്യാൻ പറ്റും? നിങ്ങൾ തന്നെ -1 2 3 4 കണ്ട് ഇത്രയുള്ള ലിങ്ക് ചെയ്യാൻ അല്ലല്ല നൈട്രജൻ. അപ്പൊ എത്ര ചാൻസ് ഉണ്ട്? 1 2 3 4 5 6 6 അല്ലെ? 6 ആറ്റം എടുത്ത് ചെയ്യാൻ പറ്റും, ലിങ്ക് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ ആണ് പോളിഡെൻഡേറ്റ് EDTA, എത്തലീൻ ഡൈഅമൈൻ ടെട്രാ അസറ്റേറ്റ്. ഓക്കെ, CH2 N ഇങ്ങനെ ഉള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, CH2 ആണ് ഇവിടെ, CH3 അല്ല, CH2 ആണ്. ഞാൻ CH3 എഴുതുന്നത് കാണിക്കാനാണ്. CH2CO. ഓക്കെ, അപ്പൊ എന്താണ് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തോട്ട് പോവാം. നോക്കിയാണേ, നോക്കാം. അടുത്തതാണ് ചീലറ്റ് ലിഗാൻഡ്. ചീലറ്റ് ലിഗാൻഡ് എന്ന് വെച്ചാല് ഒരു ഡൈഡന്റേറ്റോ അല്ലെങ്കിൽ പോളിഡെൻഡേറ്റോ അവര് എന്തെന്നറിയാമോ? അവർക്കുള്ള 2 ആറ്റമോ അല്ലെങ്കിൽ 2ൽ കൂടുതലോ ആറ്റം ഉപയോഗിച്ചിട്ടാണ് കോർഡിനേഷൻ ബോണ്ട് ഉണ്ടാക്കിയതെങ്കിൽ അങ്ങനത്തെ ലിഗാൻഡാണ് എന്ത്? ചീലറ്റ് ലിഗാൻഡ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണത്തിന് നമുക്ക് എന്തെടുക്കാം? നമ്മുടെ ഓക്സിലേറ്റ് എടുക്കാം. ഓക്സിലേറ്റ് ഡബിൾ ബോണ്ട് C ഇവർക്കിടയിൽ ഒരു ബന്ധം, പിന്നെ ഒരു ഓക്സിജൻ, ഇവിടെ ഒരു ഓക്സിജൻ. നോക്കിയാണേ, ഈ കൊബാൾട്ടോ ആയിട്ട് ഈ പറഞ്ഞ ഓക്സിലേറ്റ് അയോൺ ഉണ്ടാക്കിയിരിക്കുന്നത് 2 ഓക്സിജൻ വഴി ഉണ്ടാക്കിയിരിക്കണല്ലേ. ഈ കൊബാൾട്ടിന് 6 വേണം, ഞാൻ 6 വരയ്ക്കണില്ല. നോക്ക്, ഓക്സിജൻ വന്ന് ഈ ഓക്സിജൻ വഴി കയറി, ഈ ഓക്സിജൻ വഴി കയറി ആണല്ലോ. അങ്ങനെ ഈ പറഞ്ഞ ഓക്സിലേറ്റ് അയോൺ എന്ത് ചെയ്തു? 2 ഓക്സിജൻ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ബോണ്ട് പ്രൊഡ്യൂസ് ചെയ്തില്ലേ. ഇങ്ങനത്തെ ലിഗാൻഡ് എന്ത് വിളിക്കുന്നത്? ചീലറ്റ് ലിഗാൻഡ് എന്ന് വിളിക്കുന്നേ. അപ്പം യൂണിറ്റ് 2 കൂടെ പറ്റൂല. ഡൈഡന്റേറ്റോ അല്ലെങ്കിൽ പോളിഡെൻഡേറ്റോ കൊണ്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ചീലറ്റ് ലിഗാൻഡായി മാറാൻ പറ്റത്തുള്ളൂ. കാരണം അവർക്കല്ലേ 2 കൂടുതൽ ചാൻസ് ഉള്ളൂ. ഓക്കെ, അപ്പോഴ് വേറെ കാര്യം പറഞ്ഞോട്ടെ. ഇത് ഇങ്ങനെ ആകുന്നതുകൊണ്ട് ഇതൊരു റിങ് പോലെ, റിങ് പോലെ അല്ലേ? റിങ്ങിലൊക്കെ സ്ട്രക്ചർ ഉണ്ടാക്കാൻ ആരെ കൊണ്ട് പറ്റും? ചീലറ്റ് ലിഗാൻഡിനെ കൊണ്ട് പറ്റും. ഇതിന് സ്റ്റെബിലിറ്റി കൂടുതലാണ്. കാരണം എന്തുകൊണ്ടായിരിക്കും? കാരണം നമുക്ക് ഒറ്റ കോമ്പൗണ്ട് തന്നെ അതിനെ കൊണ്ട് പറ്റുന്ന 2 രീതിയിൽ എന്തുണ്ട്? ഈ പറഞ്ഞ മെറ്റൽ ലിങ്ക് ചെയ്യിക്കല്ലേ. ഒരെണ്ണം നോക്കണേ, നമ്മുടെ കോബാൾട്ട് ഒരു ഓക്സിജൻ വഴി മാത്രം ലിങ്ക് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. 2 ഉണ്ടെങ്കില ഇങ്ങനെയായി, 3 ഉണ്ടെങ്കില ഇങ്ങനെയാവും, 5 ഉണ്ടെങ്കില 5 വെച്ച് പിടിക്കും ആ കൊബാൾട്ടിനെ അല്ലേ. അപ്പൊ എത്രമാത്രം കൂടുമോ അത്രമാത്രം എന്ത് ചെയ്യും? റിംഗ് സ്ട്രക്ചർ കൂടും, അതനുസരിച്ച് അതിന്റെ സ്റ്റെബിലിറ്റിയും കൂടും. അപ്പം ഇവിടെ നമുക്ക് ഇപ്പൊ 2 അല്ലേ പിടിച്ചോളൂ. അങ്ങനെ എത്ര ആറ്റം വഴിയാണ് പിടിക്കുന്നത് അല്ലെങ്കിൽ എത്ര ആറ്റം വഴിയാണ് ബോണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിനെ വിളിക്കുന്ന പേരാണ് ഡെൻസിറ്റി. എന്താണ് ഡെൻസിറ്റി എന്ന് വെച്ചാൽ ഒരു ചീലറ്റ് ലിഗാൻഡ് എത്ര ലിഗാൻഡിങ് ആറ്റം ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? കൊബാൾട്ട് അല്ല, ഒരു സെൻട്രൽ ആറ്റമായിട്ട്
ബോണ്ട് ഫോം ചെയ്യണേ. അതിന്റെ എണ്ണമാണെന്ത്? ഡെൻസിറ്റി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ടതാണ് ആംബിഡെന്റിറ്റി ലിഗാൻഡ് എന്താണെന്ന്. സോ അത് നോക്കാം, വായിക്കണേ. ഓക്കെ, എന്താണ് നോക്കാം. വേറെ ഒന്നുമല്ല, ഇപ്പൊ ഒരു കോമ്പൗണ്ട്, ഒരു ലിഗാൻഡ്, ഉദാഹരണത്തിന് NO2 എന്ന ലിഗാൻഡിന് ഒന്നെങ്കിൽ നൈട്രജൻ വഴി എന്ത് ചെയ്യാം? ബോണ്ട് പ്രൊഡ്യൂസ് ചെയ്യാം, അത് കോർഡിനേഷൻ ബോണ്ട് ഉണ്ടാക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഓക്സിജൻ വഴി എന്ത് ചെയ്യാം? ബോണ്ട് പ്രൊഡ്യൂസ് ചെയ്യാം. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളെ മെറ്റൽ ഇരിക്കുകയാണ്, ഈ മെറ്റലുമായിട്ട് നൈട്രജൻ വഴിയാണ് കയറിയെന്ന് വെച്ചോ. നൈട്രജൻ വഴിയാണ് കയറിയത്. അങ്ങനെയാണെങ്കിൽ ഇതിനെ വിളിക്കും നൈട്രിറ്റോ എ നൈട്രജൻ എന്ന് വിളിക്കും. നൈട്രജൻ ആണെന്ന് വിളിക്കും. ഇനി അതല്ല, ഓക്സിജൻ വഴിയാണ് കയറിയെങ്കിൽ നോക്കാം. മെറ്റലോട്ട് ഇരിക്കുകയാണേ, മെറ്റലോട്ട് ഓക്സിജൻ, ഇങ്ങനെ നമുക്ക് ഓക്സിജൻ വഴിയല്ലേ ഇപ്പൊ ബോണ്ട് പ്രൊഡ്യൂസ് ചെയ്തിരിക്കണേ. അങ്ങനെയാണെങ്കിൽ അതിനെ വിളിക്കും നൈട്രിറ്റോ ഓക്സിജൻ. ഓക്കെയാണ്. അപ്പൊ നമുക്ക് ഈ ഒറ്റ കോമ്പൗണ്ടിന് രണ്ട് വഴി എന്ത് ചെയ്യാം? ഫോം ചെയ്യാം. ഒന്നുകിൽ നൈട്രജൻ വഴി എന്ത് ചെയ്യാം? സെൻട്രൽ ആറ്റമായിട്ട് ബോണ്ട് പ്രൊഡ്യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഓക്സിജൻ വഴി എന്ത് ചെയ്യാം? ഈ പറഞ്ഞ സെൻട്രൽ ആറ്റമായിട്ട് എന്ത് ചെയ്യാം? ബോണ്ട് പ്രൊഡ്യൂസ് ചെയ്യാം. രണ്ട് വഴിയുണ്ട് അല്ലേ? രണ്ട് ഡിഫറെന്റ് വഴിയുണ്ട്. അതുകൊണ്ടാണ് എന്ത് വിളിക്കുന്നത്? ആംബിഡെന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, മറ്റൊരു ഉദാഹരണം നോക്കാം. മാറ്റിയാണേ. ഓക്കെ, നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം. മറ്റൊരു ഉദാഹരണമാണ് SCN-. നോക്കാം. ഒന്നുകിൽ സൾഫർ വഴി ബോണ്ട് പ്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നൈട്രജൻ വഴി എന്ത് ചെയ്യാം? കോർഡിനേഷൻ ബോണ്ട് പ്രൊഡ്യൂസ് ചെയ്യാം. നോക്കിയാണേ, സൾഫർ വഴിയാണ് മെറ്റൽ ധാരിക്കണേ. മെറ്റലിന്റെ അടുത്തോട്ട് സൾഫർ വഴിയാണ് ബോണ്ട് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനെ വിളിക്കും തയോസൈനേറ്റോ എന്ന് വിളിക്കും. അതല്ല, നൈട്രജൻ വഴിയാണ് മെറ്റൽ ധാരിക്കണേ, നൈട്രജൻ വഴിയാണ് ബോണ്ട് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അത് നമ്മൾ വിളിക്കും ഐസോതയോസൈനേറ്റോ. നെയിം ഇമ്പോർട്ടന്റ് ആണ്. തയോസൈനേറ്റോ അല്ലെങ്കിൽ ഐസോതയോസൈനേറ്റോ. നൈട്രജൻ വഴിയാണെങ്കിൽ ഐസോതയോസൈനേറ്റോ, സൾഫർ വഴിയാണെങ്കിൽ തയോസൈനേറ്റോ. സൾഫറിനെ വിളിക്കുന്ന പേരാണ് തയോട്ടാ. നമ്മൾ തയോടെ ക്ലോറൊക്കെ പഠിച്ചതാണ്. ഓക്കെ, അപ്പൊ നോക്കാം. ഇതോടുകൂടി ഇത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്ത് നോക്കാം കോർഡിനേഷൻ നമ്പർ. ബാക്കിയാണ് നോക്കാം കോർഡിനേഷൻ നമ്പർ എന്താണെന്ന്. കോർഡിനേഷൻ നമ്പർ CN എന്നൊക്കെയാണേ. വേറെ ഒന്നുമല്ല, നമ്മുടെ സെൻട്രൽ ആറ്റം അല്ലേ, ഈ സെൻട്രൽ ആറ്റമായിട്ട് എത്ര ലിഗാൻഡിന് എന്ത് ചെയ്യാൻ പറ്റും? ബോണ്ടിങ്ങിൽ പങ്കെടുക്കാൻ പറ്റും. അതിന്റെ എണ്ണമാണെന്ത്? കോർഡിനേഷൻ നമ്പർ. തുടക്കത്തിലെ പറഞ്ഞാണ് എന്ത്? ഈ കോർഡിനേഷൻ നമ്പർ ഫിക്സ്ഡ് ആണ്. ഒരു മെറ്റലിന് ഇത്രേ പറ്റത്തുള്ളൂ എന്ന നമ്പർ ഫിക്സ്ഡ് ആണ്. ഓക്കെ, അപ്പൊ കോർഡിനേഷൻ നമ്പർ എന്താണ്? ഒരു സെൻട്രൽ ആറ്റത്തിന് എത്ര ആറ്റമായിട്ട് അല്ലെങ്കിൽ എത്ര മോളിക്യൂളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ബോണ്ടിങ്ങിൽ പങ്കെടുക്കാൻ, ഡയറക്റ്റ് ആയിട്ട് ബോണ്ടിങ്ങിൽ പങ്കെടുക്കാൻ പറ്റും. അതിന്റെ എണ്ണമാണെന്ത്? കോർഡിനേഷൻ നമ്പർ. നമുക്ക് കുറച്ച് ഉദാഹരണം എഴുതാണ്ട് എഴുതിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതിനൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ ഇപ്പൊ ഒരു ബോണ്ടിങ്ങിൽ പങ്കെടുക്കുമ്പോഴേ രണ്ട് തരം ബോണ്ട് ഉണ്ടാക്കാം. സിഗ്മ ബോണ്ട് ഉണ്ടാക്കാം, പൈ ബോണ്ട് ഉണ്ടാക്കാം. നമ്മൾ സിഗ്മ ബോണ്ട് മാത്രമേ കൺസിഡർ ചെയ്യൂ, പൈ ബോണ്ട് കൺസിഡർ ചെയ്യില്ല. ഒരികൂടിയെ സിഗ്മ ബോണ്ട് മാത്രമേ കൺസിഡർ ചെയ്യൂ, പൈ ബോണ്ട് എന്ത് ചെയ്യില്ല? കോർഡിനേഷൻ നമ്പർ കൂട്ടാനായിട്ട് കൂട്ടത്തില്ല. ഓക്കെ, ഉദാഹരണം എഴുതട്ടെ. ഓക്കെ, ഞാൻ ഉദാഹരണം എഴുതിട്ടുണ്ടേ. നോക്കിയാണേ, പ്ലാറ്റിനം ക്ലോറിൻ. നോക്കിയാണേ, പ്ലാറ്റിനം എന്ന മെറ്റലിന് 6 ലഗിയിട്ടുണ്ട്. നോക്കിയാണേ, ഈ പ്ലാറ്റിനത്തിന് 6 ക്ലോറിൻ വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കോമ്പൗണ്ടിന്റെ കോർഡിനേഷൻ നമ്പർ എത്ര? 6. ഇമ്പോർട്ടന്റ് ആണേ. ഇവിടെ നോക്കെ, ഈ നിക്കലിന് 4 അമോണിയം ലഗിയിട്ടുണ്ട് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കോർഡിനേഷൻ നമ്പർ എത്ര? 4. അതുപോലെ അയൺ ഇവിടെ 3 ലിങ്കിയിട്ടുള്ളതുകൊണ്ട് അതിന്റെ കോർഡിനേഷൻ നമ്പർ 3 എന്നാണ് നിങ്ങൾ വിചാരിക്കണമെങ്കിൽ തെറ്റ്. അവിടെ കൊണ്ട് ശ്രദ്ധിക്കണം. അതുകൊണ്ട് എടുത്ത് പറയാൻ കാരണം ഇവിടെ 6 കണ്ടോണ്ടാണ് 6 എഴുതിയത്. ഓക്കെ, ഇവിടെ 4 കണ്ടപ്പോ 4 എഴുതി. ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ ഇവിടെ 3 കണ്ടോണ്ട് എടുത്ത് 3 എഴുതിയ തെറ്റിയേ പോകും. കാരണം എന്താണ്? C2O4 എന്താണ് സാധനം? ഓക്സിഡേറ്റ് അയോൺ ആണ്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? 2 ഓക്സിജൻ വഴി എന്ത് ചെയ്യും? അത് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ 3 അല്ലേ? ഇപ്പൊ എത്ര ഉണ്ട്? മൊത്തം 6 ഉണ്ട്. അതിന്റെ കോർഡിനേഷൻ നമ്പർ എത്രയാണ്? 6. ശ്രദ്ധിക്കണേ, ഒരു ഓക്സിഡേറ്റ് അയോണിന് 2 പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ എത്ര ഉണ്ട്? 3 ഉണ്ട്. ഒരികൂടി ഓരോ ഓക്സിഡേറ്റ് അയോണിന് 2 ആറ്റം വഴി ലിങ്ക് ചെയ്യാൻ പറ്റും. ഇവിടെ എത്ര ഉണ്ട്? 3 ഉണ്ട്. അപ്പൊ ഒരെണ്ണത്തിൽ 2 എണ്ണം, അടുത്ത 2 എണ്ണം, അടുത്ത 2 എണ്ണം. അപ്പൊ എത്രയായി? 6 ആയി. ഓക്കെ, അപ്പൊ ഇവിടെ നോക്ക്, ഇവിടെ കൊബാൾട്ട് EN thrice 3 times 3+ അല്ലേ?
അപ്പൊ നമുക്ക് ഇവിടെ 3 ആണോ നമ്പർ കൊബാൾട്ടിന്റെ? അല്ല, കൊബാൾട്ടിന് 6 ആണ്. തുടക്കം മുതലേ പറയണല്ലേ. പിന്നെ എന്താണ് ഇങ്ങനെ തോന്നാണ് ഈ 3 6 എങ്ങനെ ആവും? ഈന് എന്താണെന്നറിയാമോ? ഈൻ എന്ന് പറയുന്നത് ഈഥെയ്ൻ 1,2 ഡൈഅമീൻ. നമ്മൾ കുറച്ച് പഠിച്ചില്ലേ? ആ സാധനമാണ് ഈൻ ഉദ്ദേശിക്കണേ. ഈഥെയ്ൻ 1,2 ഡൈഅമീൻ. അപ്പൊ എന്തുണ്ട്? ഡൈഡന്റേറ്റ് അല്ലേ, 2 എണ്ണം പറ്റും. അപ്പൊ എന്ത് ചെയ്യും? ആ 2 എണ്ണം ഇൻറ്റു 3 അപ്പൊ എത്ര? 6. ഇമ്പോർട്ടന്റ് ആണ്, മാർക്ക് കളയല്ലേ. C2O4 കണ്ട അപ്പോഴാലേക്ക് ഓക്സൈഡ് ആണ്, ഡൈഡന്റേറ്റ് ആണ്, 2 എണ്ണം വരും. അപ്പൊ തന്നെ 3 × 2 6. സെയിം ഹിയർ, ഈഥെയ്ൻ 1,2 ഡൈഅമീൻ ആണ്, 2 എണ്ണം പറ്റും. 2 × 3 6. ഓക്കെ, അടുത്തതായിട്ട് പോവാം. മാറ്റിയാണേ. നമുക്ക് അടുത്ത് നോക്കാം. അടുത്താണ് കോർഡിനേഷൻ സ്പിയർ. കോർഡിനേഷൻ സ്പിയർ, കോഓർഡിനേഷൻ സ്പിയർ. ഈ സെയിം സാധനമാണ് നമ്മളെ കോർഡിനേഷൻ എൻറ്റൈറ്റി, വ്യത്യാസമൊന്നുമില്ല. ഇതാണ് നോക്കിയോ, നമ്മുടെ സെൻട്രൽ ആറ്റവും അത് ഡയറക്റ്റായി ലിങ്ക് ചെയ്തിട്ടുള്ള നമ്മുടെ ലിഗാൻഡും ചേർത്ത് ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇടൂലേ? ഈ മൊത്തത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? കോർഡിനേഷൻ സ്പിയർ. അതെന്താണ്? കോർഡിനേഷൻ എൻറ്റൈറ്റിക്കും തുല്യമാണ് അല്ലേ? നോക്കിയാണേ, ഈ സെൻട്രൽ ആറ്റവും അത് ഡയറക്റ്റായി ലിങ്ക് ചെയ്തിട്ടുള്ള ലിഗാൻഡും തമ്മിൽ ചേർത്ത് വിളിക്കുന്ന പേരാണെന്ത്? കോർഡിനേഷൻ സ്പിയർ. അപ്പൊ അതിന് പുറത്തുനിന്ന് എഴുതൂലേ? ഈ പുറത്ത് തന്നെ ക്ലോറിൻ, ഇതിനെ വിളിക്കുന്ന പേരാണ് കൗണ്ടർ അയോൺ. ഇത് കൗണ്ടർ അയോണ്. ബ്രാക്കറ്റിനകത്ത് കിടക്കുന്നത് എന്താണ്? കോർഡിനേഷൻ സ്പിയറും ഓക്കെ, ഇത്രയും ഇതാണ് കോർഡിനേഷൻ സ്പിയറും. പുറത്ത് കിടക്കുന്ന ഒരു സാധനം ബ്രാക്കറ്റ് ഒന്നും ഇല്ലാതെ, അതിനെ വിളിക്കുന്ന പേരാണ് കൗണ്ടർ അയോൺ. ഇവിടുത്തെ കൗണ്ടർ അയോൺ ആരാണ്? Cl3. കോർഡിനേഷൻ സ്പിയറോ? CONH3 4 times. 4 അല്ല 6 വരും അല്ലേ? കൊബാൾട്ട് 6 അല്ലേ? അപ്പം CONH3 6 times. ഓക്കെ, ഇതാണെന്ത്? നമ്മുടെ കോർഡിനേഷൻ സ്പിയർ. ഓക്കെ, അടുത്തതായിട്ട് പോവാം. മാറ്റിയാണേ. അടുത്ത നോക്കാം. അടുത്തതാണ് പോളിഹെഡ്രോൺ. വേറൊന്നുമല്ല, തുടക്കത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു. എന്താണ്? ഈ പറഞ്ഞ സെൻട്രൽ ആറ്റവും ബാക്കി ലിഗാൻഡുകളും തമ്മിൽ വന്ന് ചേർന്ന് ഒരു പ്രത്യേക ഷേപ്പ് ഉണ്ടാക്കൂലേ? ആ ഷേപ്പിനെ വിളിക്കുന്ന, ആ സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പോളിഹെഡ്രോൺ എന്ന് വിളിക്കുന്നത്. കൂടി നമ്മുടെ സെൻട്രൽ ആറ്റവും ഈ പറഞ്ഞ ലിഗാൻഡും വന്ന് കയറി ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ഉണ്ടാക്കും. അതാണ് എന്ത് വിളിക്കുന്നത്? പോളിഹെഡ്രോൺ എന്ന് വിളിക്കുന്നത്. മോസ്റ്റ് കോമൺ ആയിട്ട് കാണപ്പെടുന്നത് ഒക്ടാഹെഡ്രല് കാണുന്നുണ്ട്. അതുപോലെ സ്ക്വയർ അല്ലെങ്കിൽ സ്ക്വയർ പ്ലാനാർ അല്ലെങ്കിൽ ടെട്രാഹെഡ്രൽ. ഈ 3 ഷേപ്പാണ് കോമൺ ആയിട്ട് കാണപ്പെടുന്ന കോർഡിനേഷൻ കോമ്പൗണ്ട് ഉണ്ടാക്കുന്ന സ്ട്രക്ചറുകൾ. എന്തൊക്കെയാണ്? ഒക്ടാഹെഡ്രൽ, സ്ക്വയർ പ്ലാനാർ, ടെട്രാഹെഡ്രൽ. ഓക്കെ, ഇത്രയുള്ള ഇതിനെ കുറിച്ച് പറയാൻ, പോളിഹെഡ്രലിനെ കുറിച്ച് പറയാനായിട്ട്. ഓക്കെ, അടുത്തതായിട്ട് പോകാം. മാറ്റിയാണേ. അടുത്ത നോക്കാം. അടുത്തതാണ് ഓക്സിഡേഷൻ നമ്പർ പറയണ എപ്പോഴും സെൻട്രൽ മെറ്റലിനായിരിക്കും. സെൻട്രൽ മെറ്റലിനാണ് ആര് പറയണേ? നമ്മളെ ഈ ഓക്സിഡേഷൻ നമ്പർ പറയണേ. എന്താണ് നോക്കാം. വേറൊന്നുമല്ല, നമ്മുടെ ഈ പറഞ്ഞ ലിഗാൻഡും ഇലക്ട്രോൺ പെയറും എല്ലാം അവിടെ നിന്ന് എനിക്ക് പോയെന്ന് വെച്ചോ. അങ്ങനെ പോയി കഴിഞ്ഞാൽ ബാക്കി നമ്മൾ ആരുണ്ട്? സെൻട്രൽ മെറ്റൽ അല്ലേ? അപ്പം അതിനുള്ള ചാർജ് എന്താണോ അതാണ് ഓക്സിഡേഷൻ നമ്പർ. ഒരു വീട് പറയാം, ശ്രദ്ധിച്ചോണേ. നമ്മുടെ സെൻട്രൽ മെറ്റൽ അല്ലേ? ആ സെൻട്രൽ മെറ്റല് അതൊഴിച്ച് ബാക്കിയുള്ള എല്ലാം ലിഗാൻഡ് പോയി, ഇലക്ട്രോൺ പെയർ എല്ലാം പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ലിഗാൻഡ് നമ്മുടെ സെൻട്രൽ മെറ്റലിന് ചാർജ് കിട്ടൂലേ? ആ ചാർജ് എത്രയാണോ അതാണ് ഓക്സിഡേഷൻ നമ്പർ. നോക്കാം ഉദാഹരണം. CuCl 4 times 3-. നോക്കാം. നോക്കിയാണേ, കോപ്പർ എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ എക്സ് എടുക്കുകയാണേ. Cn -1 ആണ്. അപ്പൊ എക്സ് പ്ലസ് -1 ഇൻറ്റു എത്ര ഉണ്ട്? 4 ഈക്വൽ ടു എത്ര വരും? -3. ശ്രദ്ധിച്ചോണേ, കോപ്പർ എനിക്ക് അറിഞ്ഞൂടാ, കോപ്പർ എക്സ് എടുത്തു, ഒരെണ്ണേ ഉള്ളൂ. സോ എക്സിന്റെ 1 എക്സ് ആണ്. എക്സ് പ്ലസ് Cn -1 ആണ്. -1 ഇൻറ്റു 4 4 ഉണ്ട്. -1 ഇൻറ്റു 4 ഈക്വൽ ടു -3. അപ്പൊ എന്തായാലും എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് -4 ഈക്വൽ ടു -3. എക്സ് ഈക്വൽ ടു -3 പ്ലസ് 4. എക്സ് ഈക്വൽ ടു -3 പ്ലസ് 4 പ്ലസ് 1 ആവും. +1. അങ്ങനെയാണെങ്കിൽ കോപ്പറിന് എന്ത് കിട്ടി? കോപ്പറിന് +1 കിട്ടി. അപ്പൊ നമ്മൾ കാണിക്കാനായിട്ട്
കോപ്പർ എഴുതും, ബ്രാക്കറ്റില് റോമൻ ലെറ്ററിൽ 1 എന്നിടും. ഓക്കെ, കോപ്പറിന്റെ അത് 1 ആണെന്ന് കാണിക്കാൻ എന്ത് ചെയ്യും? കോപ്പർ എഴുതും, റോമൻ ലെറ്ററിൽ 1 എന്നിടും. ഓക്കെ, അടുത്തതായിട്ട് പോവാം. മാറ്റിയാണ്. അതിനു മുമ്പ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് കോർഡിനേഷൻ ഈ ഓസിലേഷൻ നമ്പർ വെച്ചിട്ട്. അത് അങ്ങോട്ട് എത്തുമ്പോൾ പറഞ്ഞുതരാം, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. ഹോമോലെപ്റ്റിക്കും ആൻഡ് ഹെട്രോലെപ്റ്റിക്കും. ഹോമോലെപ്റ്റിക്കും ഹെട്രോലെപ്റ്റിക്കും എന്താണെന്ന് നോക്കാം. വേറെ ഒന്നല്ല, ഹോമോ എന്ന് നോക്കിനടുത്ത് എന്താ? സെയിം എന്നല്ലേ. ഹെട്രോ ആണെങ്കിലോ ഡിഫറെന്റ്. അപ്പൊ അതിന്റെ സംഭവം സെൻട്രൽ ആറ്റത്തിനോട്ട് ലിഗാൻഡ് വന്ന് കയറുമല്ലോ. ആ വന്ന് കയറുന്ന ലിഗാൻഡ് എല്ലാം ഒരേ ആറ്റങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ ഒരേ മോളിക്യൂൾ ആണെങ്കിൽ അവരെന്ത് വിളിക്കാം? ഹോമോലെപ്റ്റിക് എന്ന് വിളിക്കാം. എന്നാൽ സെൻട്രൽ ആറ്റത്തിലോട്ട് വന്ന് കയറുന്ന ലിഗാൻഡ് എല്ലാം വേറെ വേറെ വ്യത്യസ്ത മോളിക്യൂൾ വരികയാണെങ്കിൽ ഹെട്രോലെപ്റ്റിക്. ഉദാഹരണം നോക്കാം. കോബാൾട്ട്, അമോണിയ, NH3 6 times. നോക്കടാ, ഇവിടെ കൊബാൾട്ടിനോട് വന്ന് കയറിയത് എല്ലാം അമോണിയാണ്. 6 ഉണ്ടായിരുന്നു, കോർഡിനേഷൻ നമ്പർ 6 ആണ്. 6 വന്ന് കയറി ആരാണ്? അമോണിയ മാത്രം. നമുക്ക് വേറെയും കൊബാൾട്ട് എടുക്കാം. NH3 ഒരു 4 വന്നോളൂ, ബാക്കി 2 ക്ലോറിനാണ് വന്ന് കയറിയത്. ഒക്കെയാണ് കൊബാൾട്ടിന്റെ കോർഡിനേഷൻ നമ്പർ 6 ആണ്. 4 അമോണിയയും 2 ക്ലോറിനും വന്ന് കയറുന്ന 2 വ്യത്യസ്ത മോളിക്യൂൾ അല്ലേ. അങ്ങനെയാണെങ്കിൽ എന്ത് വിളിക്കാം? ഹെട്രോലെപ്റ്റിക് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഞാൻ മതിയാക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക. താങ്ക് യു.